ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. എന്നെയോ? അതെ. ഞാനാണെന്ന് വിചാരിച്ചില്ലല്ലേ? തോന്നി. അല്ലാതെ എന്നെ അന്വേഷിച്ച് വരാൻ അധികം പേരില്ലല്ലോ. പക്ഷെ വരവ് ഇതുപോലെ ആയിരിക്കും വിചാരിച്ചില്ല. ക്ഷമിക്കണം, ഒരിച്ചിരി കഴിച്ചിട്ടുണ്ട്. മറക്കാൻ ഒരുപാടുണ്ട് പെങ്ങളെ, ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങളെ മോനെ മറക്കല കേട്ടോ. ജീവനുള്ളപ്പോ മറക്കല. ആ മോൻ ആരാന്നറിയോ? ഞാൻ തന്നെ. അവനെ നോക്കണം, പൊന്നുപോലെ നോക്കണം. 10-25 കൊല്ലം എൻ്റെ അച്ഛനെ ഇതുപോലെ ആരാണ്ട് കൊന്നതാ. പക്ഷെ എൻ്റെ അമ്മ എന്നെ നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ നത്തുനാരാന്നായി. പക്ഷെ അതുപോലെ ഇവനെ മറക്കരുത്. അച്ഛനെ പോലെ വലിയ ആളാക്കണം. എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ, നാരായണുണ്ട്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. ഒരു സഹായം വേണം. മേലാൽ എന്നെ കാണാൻ ഇതുപോലെ വരരുത്. ഞാനും എൻ്റെ മോനും എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അല്ല പെങ്ങളെ, അത് ഞാൻ എടാ, അവര് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് ജോലി ചെയ്യുന്ന ആഫീസ്. നീ 4 കാലം കയറി ചെന്നപ്പോ അവര് ചെരുപ്പൂരി അടിക്കായിരുന്നു ഭാഗ്യം. അതിനവരെ ഉപദ്രവിക്കാനാണോ ഞാൻ ചെന്നത്? എന്തെങ്കിലും സഹായം വേണേ ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാനിതിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തെറ്റാ? എനിക്കും വേണ്ടേ മനസ്സമാധാനം? എടാ, നീ ഈ കൊച്ചു പിള്ളേരുടെ സ്വഭാവം കളയണം. നിനക്ക് ഈ ജെട്ടിയിലെ ജീവിതം അറിയാവൂ. മനസ്സമാധാനത്തിന് കള്ളും ചാരായും അല്ല മാർഗം. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ പറ. ഞാൻ പറഞ്ഞാ നീ കേൾക്കൂ, അതോ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ കളയൂ? പറടാ നാറി. എടാ, വെളുക്കുമ്പോ മുതൽ ഓരോന്നിങ്ങനെ ആലോചിച്ച് പെരുപ്പിക്കാതെ എന്തെങ്കിലും പണിയെടുക്ക്. എന്നിട്ട് 2 ഔൺസൊക്കെ അടിച്ചാ ഒരു ഉറക്കം കിട്ടും. ആ കുടുംബം അല്ലല്ലാതെ കഴിയുമെന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുക. അല്ലാതെ സഹായം വേണോ എന്ന് ചോദിച്ച് കള്ളും കുടിച്ച് 4 കാലം കയറി ചെന്ന ആരടാ വില വെക്കുക? എനിക്കാരെങ്കിലും പണി തരൂ? എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട്. രൂപയ്ക്ക് 4. എടാ, പണി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇതേ നിനക്ക് ഈ വല വലിക്കാൻ പറ്റൂ? ഉമ്മറത്താരെയും കാണാത്തോണ്ട് നോക്കിയതാ. കഴിഞ്ഞ ദിവസം ഓഫീസ് വന്നപ്പോ ഇത്തിരി വീലായിരുന്നു. സാരില്ല. മോനോ? ഉറക്കം. അച്ഛൻ പിന്നെ വന്നോ? ഇല്ല, കത്തുണ്ടായിരുന്നു. സാറിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും? ഇല്ല. വിഷമിക്കണ്ട, ആരും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേ നാട്ടില്. എനിക്ക് വിഷമമൊന്നുമില്ല. ഇത്രേ വിധിച്ചിട്ടുള്ളൂ. നാടും വീടും ഉപേക്ഷിച്ചിറങ്ങിയുള്ള അന്നും ധൈര്യം തന്നത് ബെന്നിയാണ്. എല്ലാം സഹിക്കാൻ ധൈര്യം തന്നുകൊണ്ട് ഇപ്പോഴുണ്ട് കൂടെ. കേറിയിരിക്കാം. ഇല്ല, പണിയുണ്ട്. എവിടെ? എന്റെ ഒരു കൂട്ടുകാരനൂടെ വല വലിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് കാലത്തെ കോള. എന്താ വില? അയ്യോ, വിലയൊന്നും വേണ്ട. അത് ശരിയാവില്ല, കാശ് വാങ്ങണം. വില എന്നാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരികയല്ല. ഈ വീടുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എന്തിനാ ഞങ്ങളോട് ഇത്ര സ്നേഹം കാണിക്കണേ? അതിന് മാത്രം എന്ത് ബന്ധാ നമ്മൾ തമ്മില്? എനിക്ക് 2 അനിയത്തിമാരാ, ഒരാങ്ങളയില്ല. പോട്ടെ, സമയം കിട്ടുമ്പോ വരാം. ഒരു കാര്യം ചോദിക്കട്ടെ? അന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണെന്ന് പറഞ്ഞല്ലോ.
ബെന്നിയെ കൊന്നതാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്ത് നാക്ക് പഴിച്ചിട്ടുണ്ടെങ്കിലും അല്ലാതെ എനിക്കങ്ങനെ സംശയം തോന്നിട്ടില്ല. എനിക്കുണ്ട്. കാരണം ബെന്നി മദ്യപിക്കാറില്ല. മറ്റേതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടില്ല. പോലീസ് പറയണ പോലെ പാലത്തിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് ഇത്രയും ദൂരം തെറിച്ചു വീഴാൻ മാത്രമുള്ള സ്പീഡില് ബെന്നി വണ്ടി ഓടിക്കാറുമില്ല. അതിപ്പോ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബെന്നിക്ക് ധാരാളം ശത്രുക്കളുണ്ട്. ഏതായാലും ഒരു അന്വേഷണത്തിന് ഞാൻ പെറ്റീഷൻ കൊടുക്കാൻ പോവാ. സഹായത്തിന് കൂടെ ഉണ്ടാവുമല്ലോ. അവരന്വേഷിച്ചോട്ടെ, എന്ത് തെളിവുണ്ടായിട്ടാ? നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പേടിയല്ലടാ, പോലീസ് പിടിക്കുകയോ കൊല്ലുകയോ എന്ത് വേണം ചെയ്തോട്ടെ. ഇത്ര നാളും കള്ളക്കളി കളിക്കായിരുന്നു എന്ന് ആ പെൺകുട്ടി അറിഞ്ഞ ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. നീ ഈ വെപ്രാളം കാണിച്ച് അറിയിക്കായിരുന്നാ മതി. എന്തറിയിക്കണ കാര്യം പറയണേ? അല്ല, ഈ ബോട്ടിലും ജെട്ടിയിലും കടത്തിണ്ണിലും ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം വീട്ടിന്റെ തിന്നെ കിടന്നപ്പോ ഉറക്കം വരുന്നില്ലാന്ന്. ഈ പറയുന്ന ആൾ അത്ര കളിയൊക്കൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഹോട്ടൽ മുറി കിടന്നിട്ട് ശ്വാസം മുട്ടുന്നെന്നും പറഞ്ഞ് എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് പീഡിയത്തിനെ പോയി കിടന്ന ആളാ. അതിന്റെ സുഖം നിനക്കറിയില്ല അല്ലടാ. എടുത്ത് ഉറങ്ങിക്കോ, നാളെ പണിയുള്ളതാ. ഞാൻ ചോദിച്ചിട്ട് വരാം. വേണ്ട, എനിക്കറിയാൻ ചോദിക്കാൻ. മൂപ്പിലെ എന്റെ കെട്ടിയവനെ കണ്ടോ? കെട്ടിയാനോ? ആ. ഇത് ഏതാണ്? നമ്മളെ നത്തിന്റെ പെണ്ണാ. ഓ, അത് നത്തിന്റെ പെണ്ണ് നിന്റെ കെട്ടിയോള്. ഞാൻ നാരായണേട്ടന്റെ ഭാര്യയാ. മൂപ്പിലെ പറ, എന്റെ നാരായണേട്ടനെ കണ്ടോ? ഞാൻ കണ്ടിട്ട് 1-2 ആഴ്ച ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ല. ബോട്ട് കടവിൽ നോക്കി, ചായക്കടയിൽ നോക്കി, ഷാപ്പായ ഷാപ്പൊക്കെ തിരക്കി. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കും? ഇവിടെ എങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ എവിടെയായാലും നമുക്ക് പോയി അന്വേഷിക്കാം. വാടോ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് കയറി ചെല്ലാൻ പറ്റുമോ? എന്താ? ഒന്നും ഉണ്ടായിട്ടല്ല. ആ ശാന്തം ഒരു പ്രത്യേക സ്വഭാവക്കാരത്തിയാ. ശാന്തമ്മയോ? ഏത് ശാന്തമ്മ? എന്റെ ദൈവേ, വെറുതെയാണോ എന്റെ കെട്ടിയോൻ എന്നെ തിരിഞ്ഞു നോക്കാത്തെ? എന്റെ കെട്ടിയോനെ മയക്കെടുത്തോളം ഞാൻ കൊല്ലും. കൊല്ലലൊക്കെ റോട്ടില് ഇവിടെ പറ്റില്ല. വാടോ, പോയി അന്വേഷിക്കാം. വണ്ടിയെട്. ആ, അതേ നത്ത് തന്റെ അച്ഛൻ. നാരായണേട്ടാ, നാരായണേട്ടാ, അവിടെ നിൽക്ക് നാരായണേട്ടാ. എന്താ നാരായണേട്ടാ ഇങ്ങനെ? അവിടെ നിൽക്ക് നാരായണേട്ടാ. നാരായണേട്ടാ, നാരായണേട്ടാ, ഓമനയാ വിളിക്കുന്നെ. അവിടെ കൈവിട്ട് വന്നോ നാരായണേട്ടാ. അയ്യോ, എനിക്ക് വയ്യ. അയ്യോ. വണ്ടി ഇടോ, വണ്ടി ഇടോ. നമ്മളെ കൊല്ലണം. വണ്ടി എടുക്കണോ? ചോടി ഇടോ അങ്ങോട്ട്. ഉറക്കം തൂങ്ങി അങ്ങോട്ട് എടുക്കണോ? ഓ, അയ്യോ, ഇയാടെ ഒരു ഓണത്തെ വണ്ടി. എടാ, വേഗം അങ്ങോട്ട്. നീ ഇങ്ങനെ ഓടാനും വിളിക്കാനും നിന്നാ ശരിയാവില്ല. അല്ല, ഞാൻ എന്ത് ചെയ്യാനാ? കൊടുക്കാനാണെ കാശുമില്ല കയ്യിൽ. എടാ, നീ ഇന്ന് കാര്യം പറ, മനസ്സിലാക്ക്. നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ? അട്ട പിടിക്കുന്ന പോലെ പിടിക്കും. ദേ ഇരിക്കണ പണ്ടാരം. നീ എങ്ങോട്ടാ ഓടുന്നേ? വാ. എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത്? എവിടൊക്കെ എന്നെ നടത്തിച്ചു. വെളുപ്പിനെ 7 മണിക്ക് വന്നതാ. എന്നോട് ഇത്ര സ്നേഹമില്ലാണ്ടായല്ലോ. എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടി പോയില്ലേ? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. സാധിക്കാണെങ്കിൽ എന്നെ വലിയ ഇഷ്ടായി. എന്നെ ഇരുത്തി കൂട്ടുക. പാന്റാ നല്ലത്, പാന്റാ നല്ലത്. നിറം ഇത്തിരി കുറഞ്ഞല്ലോ. വെയിലും ഉണ്ടിട്ടാ. അകത്തേക്ക് പൊക്കോ രാമചേട്ടാ. ഞങ്ങള് ഭാര്യയും ഭർത്താവ് ഇത്തിരി സംസാരിക്കട്ടെ. നിങ്ങൾ എന്ത് പോകത്തിലാ കാണിക്കുന്നേ? അവരെ കയ്യുന്നോട്. അത് കൊള്ളാം. എന്റെ കെട്ടിയോന്റെ കയ്യെ പിടിക്കുന്നതിന് നിങ്ങളുടെ അനുവാദം വേണോ? ആ, കെട്ടിയോനോ? കണ്ടോരെ പിടിച്ച് വയറ്റിലുണ്ടാക്കിട്ട് അവന്റെ തോളെ വെച്ച് കെട്ടിയാലുണ്ടല്ലേ ഇടിച്ചിന്റെ പണ്ട ഞാൻ കിടക്കും. വേണ്ട ഏട്ടാ, അവരോട് പറഞ്ഞു മനസ്സിലാക്കി. ഓടി എവിടുന്ന് എവിടെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് വയറ്റിലില്ല രാമചേട്ടാ. ഞാനത് നുണ പറഞ്ഞതാ. എടി, നീ പിന്നെ അവന്റെ കരുത്തെ തൂങ്ങുന്നതിനാ? അതെനിക്ക് ഈ ചേട്ടനെ കണ്ടപ്പോ വലിയ ഇഷ്ടായി. ആഹാ, എങ്കിലേ ചേട്ടന് നിന്നെ തീരെ ഇഷ്ടമല്ല. അതെനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഓമന എന്നെ ഇങ്ങനെ ഇട്ട് നാറ്റിക്കുന്നത്? ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തത്. ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട്. കാശിന് വേണ്ടിയാ. ഇപ്പൊ അതൊക്കെ ഞാൻ നിർത്തി. എന്നെ ഒന്ന് ഒഴിവാക്കി തരാൻ എത്ര കാശാ ഞാൻ തരേണ്ടത്? ഒന്നും തരണ്ട, ഞാൻ ഒഴിഞ്ഞോളാം. കാശിന് വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. നാളെ ഞാൻ ബോംബെക്ക് പോവാ. വലിയൊരു വീട്ടിൽ അടുക്കളപ്പണിക്ക്. ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ. പറയാൻ എനിക്ക് വേറെ ആരുമില്ല. മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ.
വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട്. എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിൻ്റെ കൂടെ കെട്ടികളായിട്ട് ജീവിക്കണമെന്ന്. സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല. 12 വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല്. അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു. അതുപോട്ടെ, മരിച്ചവരെ എന്തിനാ കുറ്റം പറയണേ? ഏതായാലും ഇനി എന്നെ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരില്ല. കാശിന് വേണ്ടി ചെയ്തതാണെങ്കിലും മരിക്കണവരെ ഈ താലി ഞാൻ ഇട്ടോട്ടെ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ അടിച്ചു. സന്തോഷായി. വിശപ്പ് കിടണ്ട, പോയി ഊണ് കഴിച്ചോളൂ. ഞാനും ഒഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും. എങ്ങോട്ടാ? മോന് കുത്തിവെപ്പിച്ചിട്ട് വരിക, പോളിയോക്ക്. ഇവിടെ അടുത്താണോ വീട്? ഞാനിവിടെ പതിവായിട്ട് മീൻ കൊടുക്കുന്നൊരു വീട്ടിൽ വന്നത്. ഞാനിപ്പോ കൂട്ടുകാരനോട് താമസം. അപ്പൊ സ്വന്തം വീടോ? വീട് സ്വന്തം വീടൊന്നുമില്ല. ബന്ധുക്കളൊക്കെ? അങ്ങനെ ഒരു പൊല്ലാപ്പില്ല. അച്ഛൻ മരിച്ചുപോയെന്ന് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ട്. അമ്മയോ? അമ്മയും ഉണ്ടോന്നറിയില്ല. നാട് വിട്ട് കാലം കുറയല്ലേ. 8-9 വയസ്സുള്ളപ്പോ കള്ളവണ്ടി കയറിയതാ അമ്മയുടെ കല്യാണത്തിന്റെ അന്ന്. അമ്മയുടെ കല്യാണോ? 2ാം കെട്ട്. ഇപ്പൊ ചിരിച്ച പോലെ ചങ്ങാതിമാര് ചിരിച്ചപ്പോ വിട്ടു. പിന്നെ തിരിച്ചു പോകാനൊരു മടി. അന്ന് ഈ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോ എന്നും പത്രം നോക്കും. കണ്ടവരുണ്ടോ, മകനെ മടങ്ങി വരൂ, അങ്ങനെ വല്ലതും ഉണ്ടോന്ന്. എവിടെ? കത്തയച്ച് നോക്കി, അതിനുമില്ല മറുപടി. പിന്നെ എവിടെ കൂടി. അല്ല, ചാവാൻ പറ്റുമോ? മീനിടാൻ പൊതിഞ്ഞു തരട്ടെ, വറക്കാം. വേണ്ട. എന്നാ ചെയ്യുന്നവനും പോട്ടെ.